നിങ്ങൾക്കേവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു ചാലുണ്ടായിരുന്നു. അത്യാവശ്യം ശുദ്ധജലമാണ് ആ ചാലിലൂടെ ഒഴുകി വരാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരിൽ ഭൂരിഭാഗം ജനങ്ങളും ആ ചാലിലെ വെള്ളം പല ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയിരുന്നു. പാത്രങ്ങൾ കഴുകാനും തുണി അലക്കാനും അത്യാവശ്യം കുളിക്കാൻ വരെ ജനങ്ങൾ ആ വെള്ളം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ ചാല് ഉത്ഭവിക്കുന്ന സ്ഥലമടക്കം കുറെ സ്ഥലങ്ങളെല്ലാം ആ നാട്ടിലെ ഒരു പുതുപണക്കാരൻ സ്വന്തമാക്കി. അതിനുശേഷം അദ്ദേഹം അവിടെ കുറെ ഫാക്ടറികളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ തുടങ്ങി. അതിൽ പിന്നെ ആ ചാലിലൂടെ ഒഴുകി വന്നത് മുഴുവൻ മലിനജലമായിരുന്നു. ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താനോ പ്രയോജനപ്പെടുത്താനോ പിന്നീട് സാധിച്ചില്ല. പിന്നെ ജനങ്ങൾക്കാർക്കും ആ ഭാഗത്തേക്ക് അടുക്കാൻ പോലും പറ്റാത്ത വിധം ദുർഗന്ധം വമിക്കുന്ന അത്യധികം ശോചനീയ അവസ്ഥയിൽ ആ ചാല് എന്നേക്കുമായി നശിച്ചുപോയി. ആ ചാലിന്റെ അതേ അവസ്ഥയിലേക്കാണ് ഇന്ന് PC ജോർജും എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജനകീയനായ ഒരു ജനപ്രതിനിധിയായിരുന്നു PC ജോർജ്. പൂഞ്ഞാറിലും ഈരാറ്റുപേട്ടയിലും മാത്രമല്ല, കേരളത്തിൽ എല്ലാവർക്കും PC ജോർജിനെ വലിയ ഇഷ്ടമായിരുന്നു. അയാളുടെ സംസാര ശൈലിയും ജനങ്ങളോടുള്ള ഇടപെടലും അയാളെ ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനാക്കി മാറ്റി. കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ മുസ്ലിം ലീഗ് എന്നോ SDPI എന്നോ ഒന്നും നോക്കാതെ, ഒരു വ്യത്യാസമില്ലാതെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനങ്ങളുമായി PC ജോർജ് ഹൃദയബന്ധം വെച്ചു പുലർത്തി. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ മറ്റേതെങ്കിലും മനുഷ്യജാതികളൊന്നുമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും PC-യുടെ അടുത്തേക്ക് ഓടിക്കൂടുമായിരുന്നു. അയാളുമായി സ്നേഹസമ്പന്നമായി ഇടപെടുമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവായി, പ്രിയപ്പെട്ട അച്ചായനായി എല്ലാ ജാതി മനുഷ്യരുടെയും മനസ്സുകളിൽ PC ജോർജ് കുടിലുകെട്ടി താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ PC ജോർജിനെ പണച്ചാക്കായ BJP ഏറ്റെടുക്കുന്നു. അതിൽ പിന്നെ PC ജോർജിന്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ ദുർഗന്ധം വമിക്കുന്ന വാക്കുകളായിരുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ജനങ്ങൾക്കിടയിൽ മതപരമായി ജനങ്ങളെ വേർതിരിച്ച് കലാപം സൃഷ്ടിക്കാൻ പാകത്തിൽ ജനങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വിളമ്പുന്ന ആളായി PC ജോർജ് മാറി. അങ്ങനെ നിരന്തരം ദുർഗന്ധങ്ങൾ വമിക്കുന്ന വർത്തമാനം പറയുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടിക്കൂടാൻ ജനങ്ങളില്ലാതെയായി. പൂഞ്ഞാറിൽ വോട്ട് ചോദിച്ചു വന്ന PC ജോർജിനെ ജനങ്ങൾ പരസ്യമായി കൂവി ഓടിച്ചു. അവസാനം നിനക്കൊക്കെ വേണമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്താൽ മതിയടാ എന്ന് പറയേണ്ട തരത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി PC ജോർജ് അധപ്പതിച്ചു. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വിധം 8 നിലയിൽ പൊട്ടിയതോടെ PC ജോർജിന്റെ പതനം പൂർണ്ണമായി. ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനികളെയും കൊന്നുകളഞ്ഞത് മുഴുവൻ മുസ്ലിങ്ങളാണെന്നും മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് ദോഷമാണെന്നൊക്കെയുള്ള അത്യന്തം അപകടകരമായ പ്രസ്താവനകൾ നടത്തിയ PC ജോർജിനെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്ത് കോടതി 14 ദിവസത്തേക്ക് ജയിലിൽ അടച്ചതോടെ ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സമയത്ത് ഞങ്ങൾ ഈരാറ്റുപേട്ടക്കാരുടെ വീടുകൾക്കുള്ളിൽ കയറി അടുക്കളയിൽ ചെന്ന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വരെ എടുത്തു കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആളാണ് PC ജോർജ്. അത്രത്തോളം ഞങ്ങൾ ജനങ്ങളുമായി അടുത്തിടപഴകിയ ആളാണ് PC ജോർജ്. സ്നേഹസമ്പന്നനായിരുന്നു PC ജോർജ്. ഞങ്ങളുടെ ആരുടെയും മതം നോക്കാതെ, വിശ്വാസങ്ങൾ നോക്കാതെ, ഞങ്ങൾ ഏത് മതത്തിലുള്ളവരാണ്, ഏത് ജാതിയിലുള്ളവരാണ് എന്നൊന്നും അന്വേഷിക്കാതെ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ജനകീയനായ നേതാവായിരുന്നു PC ജോർജ്. ആ ആൾ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയത് അയാളുടെ നാവിന്റെ ദോഷം കൊണ്ടാണ്, അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇതെല്ലാം അയാൾ അനുഭവിക്കേണ്ടതാണ്. ഇതിനേക്കാൾ വലുതാണ് ഇനി അയാൾ അനുഭവിക്കാനിരിക്കുന്നത്. ഇതൊന്നും ഞാൻ വെറുതെ ഒരു ഭാവനയിൽ നിന്നും പറയുന്നതല്ല, ഈരാറ്റുപേട്ടയിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളാണ്. വേണമെങ്കിൽ നമുക്കതൊന്ന് കണ്ടു നോക്കാം. PC ജോർജിനെ വളർത്തിയ നാടാണ് ഈരാറ്റുപേട്ട. ആ ഈരാറ്റുപേട്ട മുസൽമാന്മാര് ഒന്നും ഇപ്പം കൊള്ളുകലാതെ ആക്കിയവൻ. ആദ്യത്തെ PC ജോർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ അടുക്കളയിൽ വന്ന് പപ്പടം പൊരിച്ചത് തിന്നുന്ന ആളാണ്. വായി തോന്നുന്ന വിളിച്ചു പറയുന്നു മാത്രം, അല്ലാതെ പുള്ളിക്ക് തന്നെ സ്ഥിരതയില്ല, വെളിവില്ല. പുള്ളി വലിയ ആശുപത്രികളൊക്കെ അതാണ് ഏറ്റവും നല്ലത്. ഇത്രയും ജനങ്ങൾ തമ്മിലടിപ്പിച്ചിട്ട് പുള്ളിക്ക് എന്ത് നേടാൻ? ഈ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും തമ്മിലടിപ്പിച്ചിട്ട് 4 വോട്ടിന് വേണ്ടി മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് ഈരാറ്റുപേട്ട, അതായത് പൂഞ്ഞാറ് മണ്ഡലത്തിലെ രാജപ്രൗഢിയോട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു MLA ആണ് PC ജോർജ്. ആ പുള്ളിയുടെ നാക്കിൻ്റെ കുഴപ്പം കാരണം ഇപ്പോൾ ഒരു ചീഞ്ഞു നാറിയ ഒരു മാലിന്യം എന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് ഈരാറ്റുപേട്ടക്കാരുടെ പ്രതികരണം. ഒരു കാലത്ത് ഞങ്ങൾക്കിടയിൽ രാജപ്രൗഢിയോടുകൂടിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചും ആസ്വദിച്ചും ജനപ്രിയനായി ഞങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്ന ആളാണ് PC ജോർജ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു കാലത്ത് അദ്ദേഹം MLA ആയിരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ പോയ സംഭവം. അന്ന് അദ്ദേഹം അമേരിക്കയിൽ കാറിന്റെ മുമ്പിൽ വെച്ച ബോർഡ് വരെ PC ജോർജ് പൂഞ്ഞാർ MLA എന്നായിരുന്നു. അത്തരത്തിൽ വണ്ടിയിൽ അമേരിക്ക മുഴുവൻ കറങ്ങി നടന്ന ആളാണ് PC ജോർജ്. അതിനൊക്കെയുള്ള സൗഭാഗ്യം, അതിനൊക്കെയുള്ള അവസരം, അത്രയും സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തത് ഈരാറ്റുപേട്ടയിലെയും പൂഞ്ഞാറിലെയും ജനങ്ങളായിരുന്നു. ആ ജനങ്ങളുടെ ധൈര്യത്തിലാണ്
PC ജോർജ് ലോകം മുഴുവൻ ചുറ്റിക്കണ്ടത്. ഇന്ത്യയിൽ ഉടനീളം PC ജോർജ് കറങ്ങി നടന്നത്. കേരളത്തിലെ എല്ലാ വേദികളിലും PC ജോർജ് പ്രസംഗിച്ച് നടന്നതെല്ലാം ആ ജനങ്ങളുടെ സ്നേഹമായിരുന്നു, അവരുടെ സഹകരണമായിരുന്നു, അവരുടെ വോട്ടുകളായിരുന്നു. ആ PC ജോർജ് ഇന്ന് ജയിലിലായി. ഇതെല്ലാ രാഷ്ട്രീയക്കാർക്കുമുള്ള ഒരു പാഠമാണ്. കാലം ചിലത് പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തെ നമ്മുടെ നാട്ടിലെ ചില വർഗീയ ശക്തികൾ മറ്റു ചില രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അപ്പോൾ അവരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടുകയാണ്. ഹിന്ദുക്കളെ ആർക്കും എന്തും പറയാം, ക്രൈസ്തവരെ ആർക്കും എന്തും പറയാം, അവർക്കെതിരെ ഒന്നും ഒരു തരത്തിലുള്ള നിയമ നടപടികളും വരുന്നില്ല. പക്ഷേ മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ ശബ്ദിച്ചാൽ ഉടനെ ഞമ്മന്റെ ആൾക്കാർ ഉണർന്ന് പ്രവർത്തിക്കുകയും അവരുടെ സർക്കാർ അവരെ പിടിച്ച് ജയിലിടുകയും ചെയ്യുന്നു എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പച്ചയായ വർഗീയത ചിലർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രചരിപ്പിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് PC ജോർജിനെ മുസ്ലിങ്ങൾ സ്നേഹിച്ച പോലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെയും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഒരു കാലത്ത് കേരളത്തിൽ നടക്കുന്ന നബിദിന റാലികളിൽ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ ഈ നബിദിന റാലികളിലെ മുഖ്യ പ്രഭാഷകനായിരുന്നു PC ജോർജ്. മുസ്ലിം സംഘടനകളുടെ വേദികളിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ PC ജോർജ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്തടക്കം ചേർത്ത് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ വളരെ ഭവ്യതയോടുകൂടി അവതരിപ്പിക്കുകയും എല്ലാവർക്കും അത് വലിയ സന്തോഷത്തിന് ഇടവരുത്തുകയും ചെയ്തു. അങ്ങനെയൊക്കെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യേകമായ സ്ഥാനം നേടിയെടുക്കാൻ PC ജോർജിന് കഴിഞ്ഞു. അത്തരത്തിൽ മലപ്പുറത്ത് ലീഗിന്റെ വേദിയിൽ PC ജോർജ് നടത്തിയ ഒരു പ്രസംഗം ഇന്ന് വീണ്ടും വൈറലാവുകയാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. മുസ്ലിമാന്ന് പറയാൻ മുസ്ലിമാവൂ. ദാവീദ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കയിലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത്. മനസ്സിലായോ? ഞാന് ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക്, അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുർആൻ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി. അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല. ദാവീദ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള 40 കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, ആ ഭക്ഷണം ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല. കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം നന്നായി വാല് പറയാൻ എനിക്കറിയാമെന്നും തെളിയിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് PC ജോർജ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ PC ജോർജ് അല്ലാതെ മറ്റാരും തന്നെ ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കാലത്ത് മുസ്ലിങ്ങളുടെ വേദികളിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളിലൊക്കെ നിറഞ്ഞു നിന്ന ആളാണ് PC ജോർജ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലീഗിന്റെ സംഘടനയായ KMCC ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും PC ജോർജിനെ കൊണ്ടുപോയിരുന്നു. എല്ലാ രാജ്യങ്ങളിലും വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവർ കൊടുത്തത്. സ്നേഹസമ്പന്നമായ സ്വീകരണമാണ് ഓരോ രാജ്യങ്ങളിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തനിക്ക് നൽകിയതെന്ന് PC ജോർജ് പോലും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് PC ജോർജ് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അങ്ങനെ ജയിലിലേക്ക് പോകാൻ കാരണമായ ആ പ്രസ്താവന നടത്തിയ ചാനൽ ചർച്ചയിൽ പോലും PC-യെ മുമ്പിലിരുത്തിക്കൊണ്ട് ലീഗിന്റെ പ്രതിനിധി ഷാക്കിർ ആ സംഭവം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്നേക്കാൾ പ്രായമുള്ളവരാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്നെ അറിയുമെന്ന് അറിയില്ല. നമ്മൾ സൗദി അറേബ്യയിൽ, നിങ്ങൾ ജിദ്ദ കണ്ണൂർ ജില്ല KMCC നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് ഖാലിദ് വലി പാർക്ക് പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ആളാണ്. നിങ്ങൾക്ക് ഇന്നൊരു പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ അഭിപ്രായം മാറി നിങ്ങളുടെ ഭാഷകളിൽ കുറച്ച് കടുത്തത് പ്രയോഗിക്കുമ്പോൾ എനിക്കും തിരിച്ച് അങ്ങനെ പറയേണ്ടി വന്നു. കണ്ടില്ലേ നിങ്ങൾ, സൗദി അറേബ്യയിൽ KMCC ഒരുക്കിയ വിപുലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച PC ജോർജ് അതേ യോഗത്തിൽ പങ്കെടുത്ത ആ ഷാക്കിറിനെ തന്നെയാണ് തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ട് കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും രാജ്യം വിട്ടുപോകണമെന്നും കുഴപ്പക്കാരാണെന്നൊക്കെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തത്. ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു പോരായ്മ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ശത്രുക്കളൊക്കെ പറയുന്നത് പോലെ, പ്രത്യേകിച്ച് സംഘപരിവാറും ഈ മുസ്ലിം വിരോധികളും ഒക്കെ പറയുന്നത് പോലെ, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഒരു പുസ്തകമാണ്. അതായത് ഈ പരിശുദ്ധമായ ഖുർആനാണ്. ഈ ഖുർആൻ നിരോധിച്ചാൽ മുസ്ലിങ്ങളൊക്കെ നന്നാവും.
അവരൊക്കെ നേരായ മാർഗത്തിലേക്ക് വരും. ഈ വർത്തമാനകാല സാഹചര്യത്തിൽ അവർ പറയുന്നത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഖുർആനിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് നേരെ ഏതൊക്കെ തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായാലും നിങ്ങൾ കഴിവിന്റെ പരമാവധി ക്ഷമിക്കുക, പിടിച്ചു നിൽക്കുക എന്നൊരു വചനമാണ് ഖുർആനിലുള്ളത്. അതുകൊണ്ട് ആര് ക്ഷമിക്കുന്നുവോ അവരോടൊപ്പമാണ് ഞാൻ ഉണ്ടാവുക എന്ന് ദൈവം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങളും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാണ്. അതുകൊണ്ട് അവർക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ആരോടും അവർ ക്ഷമിക്കും. അവരോടൊക്കെ അവർ സ്നേഹത്തോടെ വീണ്ടും ഇടപെടും. ഈ രീതിയിൽ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ആളാണ് സന്ദീപ് വാര്യർ. ഒരു കാലത്ത് മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായി വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിരുന്ന, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പല പ്രസ്താവനകളും നടത്തിയിട്ടുള്ള ആളാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ വെറുപ്പിന്റെ ആ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ അംഗത്വം എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാനിനി സ്നേഹത്തിന്റെ കടയിലെ ജോലിക്കാരനാണ് എന്നാണ്. അതിലൂടെ താൻ വലിയ പരിവർത്തനത്തിന് വിധേയമായിരിക്കുന്നു, മാറ്റപ്പെട്ടിരിക്കുന്നു. ഖലീഫ ഉമറിനെ പ്രവാചകർ സ്വീകരിച്ചതുപോലെ എന്നെയും മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ഇനി എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിന് ഒരർത്ഥവുമില്ല എന്ന് വളരെ വൈകാരികമായി മലയാളികൾക്ക് മുമ്പിൽ സന്ദീപ് വാര്യർ സംസാരിച്ചത് നമ്മളൊക്കെ കേട്ടതാണ്. ആ സന്ദീപ് വാര്യറെയും പണ്ട് PC ജോർജിനോടെന്ന പോലെ KMCCയുടെ പ്രവർത്തകർ ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഊഷ്മളമായ സ്വീകരണങ്ങൾ നൽകി, നിറയെ സമ്മാനങ്ങളൊക്കെ നൽകി ഗൾഫിൽ ഉടനീളം കൊണ്ടു നടക്കുന്ന കാഴ്ചയും ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ കണ്ടതാണ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്? അതിനെല്ലാം കാരണം അവരുടെ ആ പുസ്തകമാണ്, പരിശുദ്ധമായ ഖുർആനാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ്. നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾ സഹിക്കൂ, എല്ലാത്തിനും പരിഹാരമുണ്ട്, എല്ലാത്തിനും അവസാനം നിങ്ങൾക്കൊരു വിജയമുണ്ട് എന്ന ദൈവത്തിന്റെ ഉണർത്തലാണ്. അതുകൊണ്ട് സന്ദീപ് വാര്യർ എന്നല്ല, PC ജോർജ് എന്നല്ല, സാക്ഷാൽ നരേന്ദ്രമോദിയും യോഗിയും അടക്കമുള്ളവർ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വിദ്വേഷ പരാമർശങ്ങളിൽ മുസ്ലിം സമുദായത്തിനോട് മാപ്പ് ചോദിച്ചാൽ ക്ഷമിച്ചു കൊടുക്കാനും സഹിച്ചു കൊടുക്കാനും മാത്രം വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ് മുസ്ലിം സമുദായം. അതിന്റെ കാരണം പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആന്റെ അധ്യാപനങ്ങളാണ്. ഒരു കാലത്ത് മുസ്ലിം വേദികളിലെല്ലാം പ്രസംഗിച്ച് നടന്നിരുന്ന ഒരാൾ, മുസ്ലിം സംഘടനകളുടെ സ്നേഹസമ്പന്നമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ഒരാൾ, ഇന്ന് അതേ മുസ്ലിങ്ങളെ വർഗീയവാദികൾ, തീവ്രവാദികൾ എന്നൊക്കെ വിളിച്ചതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് ഒരു കാലത്ത് സംഘപരിവാറിനോടൊപ്പം ചേർന്ന് നിരന്തരം മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിരുന്ന ഒരാൾ ഇന്ന് മുസ്ലിം വേദികളിൽ, കല്യാണ വീടുകളിലൊക്കെ പങ്കെടുക്കുന്നു, സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു, പരസ്പരം സ്നേഹം പങ്കുവെക്കുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്ന വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന, മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ആളുകളോടും, രാഷ്ട്രീയക്കാരോടും നേതാക്കളോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളെ സ്നേഹിച്ചാൽ ഞങ്ങൾ വിസ എടുത്ത് വിദേശത്ത് കൊണ്ടുപോയി നല്ല ഫുഡ് വാങ്ങിത്തരും, സമ്മാനങ്ങൾ വാങ്ങിത്തരും, സ്നേഹസമ്പന്നമായ സ്വീകരണങ്ങൾ ഒരുക്കും. മറിച്ചാണെങ്കിൽ ഞങ്ങൾ നിയമപരമായി പോരാടും, പിടിച്ച് ജയിലിലിടും. എല്ലാ രാഷ്ട്രീയക്കാർക്കും മറ്റു നേതാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണിത്. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുപ്പിച്ചാൽ ഞെക്കിക്കൊല്ലും. അങ്ങനെ ഒരു പ്രയോഗമില്ലേ? ഏതാണ്ട് അതാണ് ലൈഫ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.